നമസ്കാരം. വി ഡി സംഗീശനോട് നല്ല ഉശിരുള്ള, കുറിക്കുകൊള്ളുന്ന, ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ മാപ്ര കൂട്ടുകെട്ട് അജണ്ടയ്ക്ക് വിരുദ്ധമായി നേരിട്ട് ചോദിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ദേ കണ്ടേ. നാണോ ഇല്ലല്ലോ ഇതുപോലത്തെ ചോദ്യമായിട്ട് ഇറങ്ങാൻ? ശരിയാണ്. കണ്ടോ, നാണമുണ്ടോന്ന്? എന്തിന് സതീശനോട് ചോദ്യം ചോദിക്കാനോ? നല്ല അന്തസ്സായിട്ട് അവർ തുണിയൊക്കെ ഉടുത്തിരുന്നല്ലേ ചോദ്യം ചോദിച്ചത്. അതിനപ്പുറത്തോട്ട് നാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതോ ഇനി സതീശനോട് ചോദ്യം ചോദിക്കാനായിട്ട് പ്രത്യേക നാണം, പ്രത്യേക ചിരി, പ്രത്യേക ഭാവവ്യത്യാസങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ട്രോളി ബാഗ് കഥയാണ്. ഇന്നിപ്പോ പി ദിവ്യയുടെ കാര്യം കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി കലക്കിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കൈരളി കൈരളി കൈരളി, ദേശാഭിമാനി ദേശാഭിമാനി. അതായത് ബാക്കിയുള്ളവരെന്നും സതീശനോട് ഇന്നലെ CCTV ദൃശ്യങ്ങളും പോയ കാറുകളെ സംബന്ധിച്ചുള്ള പല വിവരങ്ങൾ പുറത്തു വന്നപ്പോ ഉത്തരങ്ങളില്ല. സ്വാഭാവികമായിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് കിട്ടിയ വിഷയത്തെ എടുത്ത് പൊക്കി നിർത്തണം. പക്ഷേ പണി പാളിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മുണ്ടും പൊക്കി ഇറങ്ങി ഓടിയത്. എങ്ങനെ? ഏത് ചോദ്യത്തിനും പിണറായി വിജയനെ പോലെയല്ല, ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ. അതാണ് സതീശൻ എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ ഇതുവരെ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഞാൻ സുധാകരേട്ടനും ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തി മൈക്ക് കടിപിടിയെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ ഈ നാട്ടിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരെല്ലാം പൊട്ടന്മാരാണെന്നുള്ള മനോഭാവത്തിൽ എന്തൊരു അഹങ്കാരവും ധിക്കാരത്തോടും കൂടിയാണ് അയാൾ ആ വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചു നോക്കൂ. അതിനിടയിൽ ഒരു പി ദിവ്യ എന്നൊരു ചോദ്യം വന്നപ്പോ അതിന് മറുപടി പറയാനുള്ള ആവേശവും, എന്നാൽ ബാക്കിയുള്ള ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയും കാട്ടിയിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറ്റം പറയുന്ന ഒരാളുടെ ശരീരഭാഷയും അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ മുഴുനീളമായി കണ്ടെടുത്ത് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ശരീരഭാഷ നിങ്ങൾ കണ്ടിരുന്നോ എന്നുകൂടി ആലോചിക്കും. ഇത് ഇന്ന് വീണ്ടും ഇത് ചർച്ചയാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായും മറുപടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എടുത്തു നോക്കിയാൽ മതി. ഇന്ന് നിങ്ങൾക്ക് തോന്നിയതാണ്, ഞങ്ങൾക്കാർക്കും തോന്നിയില്ല. ഞാൻ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞത് ആരാ? പാർട്ടി ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും MP രാജേഷും പറഞ്ഞു ഇത് ഭയങ്കരമായി കള്ളപ്പണമാണ് അവിടെ ഒളിച്ചു വച്ചിരിക്കുന്നത്, അതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താ? സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ പോലീസിനെ വിളിച്ചു പറഞ്ഞതാണ്, വെറുതെ നാടകം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആദ്യം അവിടുത്തെ പ്രശ്നം തീർത്തിട്ട് എന്നോട് ചോദിക്കാൻ പാ. അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞ് സ്വയം പരിഹാസ്യമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും മന്ത്രി MP രാജേഷാണ് ഈ വനിതാ നേതാക്കന്മാരുടെ മുറി റെയ്ഡ് ചെയ്യാൻ SP വിളിച്ചു പറഞ്ഞത്. ഒരു സംശയക്കാര്യത്തിൽ മന്ത്രിയും അളിയനും കൂടി ചേർന്നുണ്ടാക്കിയ തിരക്കഥയാണ്. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉണ്ടായ വിശേഷം ഒന്ന് അന്വേഷിക്കും. കൈരളിയുടെയൊക്കെ ലേഖകര് ഒന്ന് അന്വേഷിക്കും. അല്ല എന്നോട് ചോദിക്കേണ്ട കാര്യം അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അല്ല, ഇപ്പൊ എല്ലാവർക്കും സ്വയം ബോധ്യമായി ഈ കുഴൽപ്പണ വിവാദം BJPയിൽ കലാപ സമാനമായ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോഴാണ് CPM ഈ സുരേന്ദ്രനെ രക്ഷിക്കാൻ ഇപ്പുറത്തൊരു ബാലൻസും കൂടി ആകട്ടെ എന്നോർത്തൊരു കുഴൽപ്പണ തിരക്കഥ ഉണ്ടാക്കിയത് രാത്രി ഉണ്ടാക്കിയത്. ഇപ്പൊ അവർക്ക് തന്നെ തിരിച്ചടിയായി. പെട്ടി ദൂരത്ത് വലിച്ചെറിയൂ, പെട്ടി കറുത്തതാണോ നീലയാണോ എന്നുള്ളതല്ല പ്രശ്നം, പെട്ടിയല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് മുൻ MP പറയുക. ധർമ്മരാജൻ എവിടെ പറഞ്ഞിരിക്കുന്നു? ഈ നിയമസഭ കാലത്ത് 41,40,00,000 രൂപ സുരേന്ദ്രൻ കൊണ്ടുവന്നു എന്നാണ് ധർമ്മരാജന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരോപണ വിധേയനായ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ കൈരളിക്കാരും ദേശാഭിമാനിക്കാരും MP രാജേഷ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണ വിധേയനായ സുരേന്ദ്രനാണ് പറഞ്ഞത്. ധർമ്മരാജന്റെ മൊഴിയിൽ സുരേന്ദ്രന്റെ പേരേ ഉള്ളൂ. ആ സുരേന്ദ്രന്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 കൊല്ലക്കാലം ഒളിപ്പിച്ചു വെച്ചു ആളെ രക്ഷിക്കാൻ. ഈ വയനാട് സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ പിണറായി വിജയൻ 41,40,00,000 കള്ളപ്പണം കൊണ്ടുവന്ന ആളാണ് ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ പോയി പറഞ്ഞത്.
അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അതൊക്കെ വളരെ കൃത്യമായി അവസാനിച്ച കാര്യങ്ങളാണ്. അതല്ല വിഷയം. CPM നേതാക്കൾ തന്നെ പറഞ്ഞ് അത് ചർച്ച ചെയ്തിരുന്നു. അത് കേക്ക്. NN കൃഷ്ണദാസ് പറഞ്ഞത് കേക്ക് രാവിലെ. അല്ല, തീർച്ചയായിട്ടും അവർ ശ്രമിച്ചുവല്ലോ. PP ദിവ്യയെ രക്ഷിക്കാനല്ലേ ഈ കളക്ടർ മൊഴിമാറ്റി പറഞ്ഞത്? ആ കളക്ടർ മൊഴിമാറ്റി പറഞ്ഞത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കളക്ടറെ കൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ചെയ്തത്. ആ കളക്ടർക്കെതിരെ റവന്യൂ വകുപ്പ് എന്ത് നടപടിയെടുത്തു? അയാളിനകത്ത് സാക്ഷിയല്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇവർ വന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഇവിടെ വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഈ മോശമായിട്ട് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ, അല്ല അപമാനിച്ച് സംസാരിക്കുമ്പോൾ ഈ കളക്ടർ നോക്കിയിരിക്കല്ലായിരുന്നു. UDF ഇലക്ഷൻ ദുരന്തകാലത്തായിരിക്കും, ഇപ്പോഴല്ല, ഇപ്പം ചെയ്യില്ല. അല്ല, അത് എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവിടെ പുഴുത്ത അരി റവന്യൂ വകുപ്പ് വിതരണം ചെയ്യുന്ന അറിയാം. വേറെ ഒന്നുമില്ലേ കൈകളിലേക്ക് മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ എങ്ങനെ കാണണമെന്ന് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലല്ല തീരുമാനിക്കണം, ഞങ്ങളെ തീരുമാനിക്കണം. വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടി. ഏറെ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. കൈരളി ഇല്ല. നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാൻ പറ്റും? അങ്ങനെ നിങ്ങളുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൂടി ഇന്നേവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഇന്നേവരെ ഞാനും സുധാരത്നും ഒക്കെ ഞങ്ങൾ പത്രസമ്മേളനം നടത്താറുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ലേ, പ്രതിപക്ഷ നേതാക്കന്മാരെ ചർച്ച ചെയ്യാൻ. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒറ്റയ്ക്കല്ലാതെ എത്ര പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്? നാണോ ഇല്ലല്ലോ ഇതുപോലത്തെ ചോദ്യമായിട്ട് ഇറങ്ങാൻ? ശരിയാണ്. ഇതാണ് ഉഡായിപ്പ് സതീശൻ. ഇത് മാത്രമാണ് സംഗീശൻ. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ മാത്രം വിനയം വന്നിറങ്ങുന്ന വ്യക്തിക്ക് നേരിട്ട് ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യവും വരാൻ പാടില്ല. എങ്കിൽ അസഹിഷ്ണുത ഇങ്ങനെ നുരഞ്ഞു പൊന്തും. എന്നിട്ട് വായിൽ തോന്നുന്ന വിളിച്ചു പറയും. നാണമുണ്ടോ എന്ന്. ഇതാണ് മാധ്യമപ്രവർത്തകരോട് ചെയ്യേണ്ട മര്യാദ. ഒരു പ്രതിപക്ഷ നേതാവാണ് പോലും. ആ താരകന്റെ കൂടെ എങ്ങാനും പൊയ്ക്കൂടെ സതീശ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാര്യം താരകനെ കുറിച്ചുള്ള കഥകളെല്ലാം ഈ സമൂഹത്തിൽ കേട്ടതാണ്. അങ്ങനെയുള്ള ആ നിലവാരത്തിലുള്ള ഒരുത്തനെ പുട്ടിയടിച്ചു കൊണ്ടുവന്ന് മൊട്ടയാക്കി ഇരുത്തിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും മഹാനാണ്, മാടമ്പി മേനോനായതുകൊണ്ട് ആദരിക്കേണ്ട വ്യക്തി എന്നാണ് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 916 ഉഡായിപ്പാണെന്ന്. പോരാത്തതിന് അഹങ്കാരവും ഹുങ്കും പിടിച്ച ഒരു മനുഷ്യ കോലം. അതിനപ്പുറത്തേക്ക് ഇതെങ്ങാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെങ്കിൽ അന്ന് ഈ നാട് നശിച്ചു തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പഴയ മാടമ്പിത്തരവും കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴിച്ചു ഓടും. എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ ഒരു നെടുനീളം നാവുമായിട്ട് വന്നിരിക്കുന്ന കേരളത്തിലെ 916 ഉഡായിപ്പായിട്ടുള്ള പൊളിറ്റീഷ്യൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നേരിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൈരളി, ദേശാഭിമാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണീറ്റ് ഒളിച്ചോടുന്ന ഒരു 916 പേടിത്തൊണ്ടരെന്ന് പറയേണ്ടി വരികയാണ്.